അപ്പോൾ ഇന്ന് എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. നമുക്ക് ചൊവ്വ ബുധൻ വ്യാഴം, അതായത് ഇന്നും കൂടെ കൂട്ടിയിട്ട് ലാബിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നും കൊണ്ട് അതെല്ലാം തീർന്നു കിട്ടി. ഫസ്റ്റ് ഡേ കെമിസ്ട്രിയും ബോട്ടണിയും ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രണ്ടേ എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബോട്ടണിയും കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി ബേസിൽ നോക്കുകയാണെങ്കിൽ ബോട്ടണി കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷേ എൻ്റെ കുറച്ച് മിസ്റ്റേക്കും കൊണ്ട് എനിക്കത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കെമിസ്ട്രിയിലാണെങ്കിൽ സാധാരണ എനിക്ക് സോൾട്ട് അനാലിസിസിൻ്റെ സ്കീമൊക്കെ തെറ്റിപ്പോകാറ്, അതായത് മാറിപ്പോകാറുണ്ട്. പക്ഷേ ഇത്തവണ സോൾട്ട് കറക്റ്റായിട്ട് കിട്ടിയത് ഒരു അത്യാവശ്യം ഈസി ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ആയിരുന്നു. പക്ഷേ വോൾമെട്രിക് അനാലിസിസ് ചെയ്തപ്പോൾ എൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് തെറ്റിയുകൊണ്ട് അവിടെ കുറച്ച് മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ നമുക്ക് സുവോളജി അതുപോലെ മാത്സും ആയിരുന്നു. സുവോളജി വളരെ എളുപ്പമായിരുന്നു. ബോട്ടണിയും കെമിസ്ട്രി നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സുവോളജിയും മാത്സും നല്ലോണം ഇരുന്ന് പഠിച്ച് തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. എന്ന് വെച്ചാൽ മറ്റേത് പഠിക്കാതല്ല പോയേ. പിന്നെ ഇന്നത്തെ ഫിസിക്സ് എക്സാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ നിന്ന് നമുക്ക് വെർണിയർ കാലിപ്പേഴ്സും സെക്കൻഡ് ഇയറിൽ നിന്ന് നമുക്ക് കോൺവെക്സ് ലെൻസും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പൊതുവേ എനിക്ക് ഫിസിക്സിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം കെമിസ്ട്രി ആയിരുന്നു. പക്ഷേ ഇത്തവണ എൻ്റെ കാൽക്കുലേഷൻസ് ഫുള്ള് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്സ് പഠിക്കുമ്പോൾ എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രിൻസിപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എക്സാമിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പോയി. പിന്നെ കെമിസ്ട്രിയും ബോട്ടണിയും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാത്തതിന് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല എനിക്ക് അങ്ങനെ വന്നത്. ഞാൻ തലേന്ന് നൈറ്റ് പവർ നാപ്പൊക്കെ എടുത്തിട്ട് പഠിച്ച് അങ്ങനെ കുറേ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അതായത് നമ്മൾ വിചാരിച്ചൊക്കെ നമ്മളെ കൊണ്ട് നേടാൻ പറ്റുമെങ്കിൽ പിന്നെ അതിനെ ജീവിതം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നതുപോലെയൊക്കെ തന്നെയാണിത്. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വീണു പോകാൻ പാടില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് തോൽവി അല്ലെങ്കിൽ നമുക്ക് ജയ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അതും പരിശ്രമിക്കുന്നവർക്ക് മാത്രം. നമ്മൾ വീണ് പോയിട്ട് നമ്മൾ എഴുന്നേക്കാനുള്ള ഒരു ഊർജ്ജമാണ് ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് എക്സാം നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.